മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ആലിസ് ചേച്ചിയുടെ വീഡിയോനെ പറ്റിയാണ്. ഞാൻ ഈ വീഡിയോ കാണാറുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ എങ്ങനെ സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട് നമ്മളിതിന് ഒരു നിശ്ചിത വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടണം. എന്നാൽ മാത്രമേ അവർ നമുക്ക് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. നമ്മൾ മരണശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ പ്രാർത്ഥന ഉണ്ടായാൽ മാത്രമേ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞാൻ ആലിസ് ചേച്ചിയുടെ ഒരു വീഡിയോ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് യേശുവയ്ക്ക് എത്ര ഇഷ്ടമുള്ള പുണ്യമാണ് എന്നാണ്. ഈ ചേച്ചിയുടെ പേര് ആലിസ് ഫ്രാൻസിസ്. അപ്പോൾ ഈ യൂട്യൂബ് ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യും. അടുത്തതായി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ ഫാദർ കുര്യൻ അച്ഛൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് കൂടുതൽ നമുക്ക് ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ചും കുടുംബജീവിതം നയിക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾ അതിനെങ്ങനെ തരണം ചെയ്യണം, അതുപോലെ തന്നെ ഇന്നത്തെ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ലഹരിക്ക് എതിരെ എങ്ങനെ നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ബ്രദറിൻ്റെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഡയറക്റ്റ് ആത്മീയമായിട്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളെങ്ങനെ ആത്മീയമായിട്ട് ഒരുങ്ങണം. പിന്നെ പ്രത്യേകിച്ചും ആളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിടാൻ. നല്ലൊരു ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മുടെ ഉപയോഗങ്ങളും അതിൻ്റെ ബെനിഫിറ്റ്സ് അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ ആത്മീയമായിട്ട് എങ്ങനെ നമ്മൾ ജീവിതം തുടരണം, നല്ലൊരു വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെ. ആളുടെ വീഡിയോയുടെ പേര് വന്നിട്ട് നമ്മുടെ കാത്തലിക് വർക്കറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. പിന്നെ അടുത്തത് വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പറുദീസ. അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷൻസ് ഇട്ടുകൊണ്ട് കൂടുതൽ പൈശാചിക ശക്തികൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഏത് സാഹചര്യത്തിലൊക്കെയാണ് ഇവർ നമ്മളെ സ്വാധീനിക്കുന്നത്. അത് ഈ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളിലും പൈശാചിക ശക്തികളുണ്ട്. അതിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് അതിനെ എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടാണ് ആൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമാണ്. പറുദീസ എന്നാണ് വീഡിയോയുടെ പേര്. നല്ല വീഡിയോ ആണ്, ഞാൻ കാണാറുണ്ട്. പാരഡൈസ് ഓഫ് ജേക്കബ് വളരെ നല്ലൊരു വീഡിയോ ആണ്. ഒരു HD ക്ലാരിറ്റിയിൽ മാലാഖമാരൊക്കെ ഏതൊക്കെ മാലാഖമാരാണ്, അവരുടെ ദൗത്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഓരോന്നിനെ പറ്റിയിട്ട് എന്ന് പറയും. അതിന് നല്ലൊരു ഒരു HD പോലത്തെ ഒരു സീനറികളും ഒക്കെ വെച്ചുകൊണ്ട് അതിനെ ഒരു വീഡിയോ, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ വേറൊരു തലത്തിലേക്ക് നയിക്കുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ രീതിയിലുള്ള വീഡിയോ അല്ല അത്. പാരഡൈസ് ഓഫ് ജേക്കബ് നിങ്ങൾ കാണണം. അത് നമുക്ക് നല്ലൊരു ഞാനെന്നും കാണാറുള്ള വീഡിയോസാണ്. പറുദീസ നല്ലൊരു വീഡിയോ ആണ്. അത് പിശാചിനെതിരെ എങ്ങനെ നമ്മൾ സജ്ജമായിരിക്കണം, പൈശാചിക ശക്തികൾ ഇവിടെ എങ്ങനെയൊക്കെയുണ്ട്, അതിനെങ്ങനെയൊക്കെ നേരിടണം. ചില സമയത്ത് ഒരു പേടിപ്പിക്കുന്ന രീതിയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാണ്ട് വേറൊരു ആംഗിളിലേക്ക് നമ്മളെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി അത് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു എനർജി, ആത്മീയതയിൽ നിൽക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബലം. മാരിയോ ജോസഫ് ഫിലോ കാലിയ എന്നൊരു ഫൗണ്ടേഷനിൽ കീഴിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ നന്നാക്കാനും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനും തമ്മിൽ ഒരു കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള ക്ലാസ് എടുത്തവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി, അവർ വേർപ്പെട്ടു. ഇതൊക്കെ ഈ 2 ദിവസം കൊണ്ട് ഇന്നലെ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം എവിടെ തുടങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായി ഈ പറഞ്ഞ പോലെ പോട്ടം ഒരുങ്ങൂര് അവിടെയൊക്കെ ധ്യാനം കൂടിയും അതിലൂടെ ആത്മീയമായി വളർന്നു വന്നവരാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്.
പാവപ്പെട്ടവരെ സഹായിക്കാം മറ്റുള്ളതിൽ. അപ്പോൾ അവർക്ക് സമ്പത്ത് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ അറിഞ്ഞിടത്തോളം മറുനാട്ടിൽ നിന്നൊക്കെ കേട്ടത് എങ്ങനെയാണ്, അവർ സാമ്പത്തിക ഇത് വന്നു, പുതിയൊരു ഫൗണ്ടേഷൻ എന്തോ ലൈസൻസ് രൂപീകരിച്ചു. അപ്പോൾ അത് ഭാര്യനെ ഉൾക്കൊണ്ടില്ല. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്, നമ്മൾ സ്വർഗം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന, ഞാൻ പറഞ്ഞില്ല, തടസ്സം, നമുക്ക് സ്വർഗത്തിലേക്ക് എത്താമെന്നുള്ള ഒരു എന്താ പറയുക നിത്യജീവൻ നമ്മൾ പ്രാപിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലായാലും ഇന്നിപ്പോൾ ഈ പറഞ്ഞ മാരിയോ ജോസഫ് ദമ്പതികളുടെ ജീവിതത്തിലായിട്ടും പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദൈവത്തിനെ ഏത് നേരം കൂട്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് പാവപ്പെട്ട അതൊക്കെ വേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു കൈ, നമ്മൾ ഒരു നോട്ടം ദൈവത്തിൻ്റെ സമ്മതത്തോട് നമ്മളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നമുക്കൊരു അതിന് നമ്മൾ ദൈവത്തെക്കാൾ ഉപരി നമ്മൾ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അവർ സമ്പത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ സമ്പത്ത്, നമ്മൾ സമ്പത്തിനെയാണോ നോക്കണത് ദൈവത്തിനെയാണോ നോക്കണത് എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ തലമുറയായാലും സമ്പത്ത് കൂടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകൽച്ച വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ വരുന്ന സുവിശേഷം മറ്റുള്ളവരെ പ്രചോദനം ചെയ്യുന്ന ആൾക്കാർ നാളെ സുവിശേഷം മേലെ നിർത്തി ഇത് പോണതിന് തെറ്റ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരെ ഫോക്കസ് ദൈവമായിരുന്നെങ്കിലും പിന്നീട് അവരത് മാറി സമ്പത്തിലേക്ക്, അവരുടെ പൈസയിലേക്ക് അവരുടെ ജീവിതം ചുരുങ്ങിയപ്പോഴാണ് ഇത് പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അപ്പം സമ്പത്ത് ഇന്ന് നമ്മുടെ സ്വർഗ പ്രാപിക്കാൻ വേണ്ടി നമ്മളെ തടസ്സം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മളെ എന്താ പറയുക എല്ലാതും നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. നമുക്ക് വിദ്യാഭ്യാസമായി നമ്മൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങി. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു നമ്മളിൽ തന്നെ നമ്മുടെ പുതിയ തലമുറ ദൈവമില്ല എന്നും അതൊക്കെ എന്താ പറയുക നമ്മൾ സമ്പാദിക്കുന്നതാണ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെൽഫാവണം. നമ്മൾ സ്വന്തം കാര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ മാത്രം എന്നുള്ള എൻ്റെ ചിന്ത വരുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക്, മക്കൾക്ക്, ഭാര്യയ്ക്ക്, നമ്മൾക്ക് എന്താ പറയുക അവർക്ക് നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് കുരിശിലാണ് നമുക്ക് സ്നേഹം കാണിച്ചു തന്നത്. കുരിശിലൂടെയാണ് നമ്മൾ സ്നേഹവും സ്വർഗം പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ക്രിസ്തുവിനെ പിന്തുടർന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ഇന്ന് സുഖത്തിൻ്റെ പിന്നാലെ, ഈ ലോകത്തിൻ്റെ പിന്നാലെ നമ്മൾ മാറുമ്പോൾ നമ്മൾ ആത്മീയത നമ്മളിൽ എന്തോരം നഷ്ടമാവുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പം സിനിമ കാണാനും മറ്റുള്ള അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതോടുകൂടി ഒരു 60% ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവമായി ചിന്തിക്കാനും നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു പ്രാർത്ഥന കൂട്ടായ്മ, മറ്റുള്ള നമ്മൾ മക്കളെ ആ ഒരു ആത്മീയ ജീവിതത്തിൽ നയിക്കുക, അത് നമ്മൾ കുറയുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, നമുക്ക് സ്വർഗം തടസ്സമാവുന്നത്. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആത്മീയമായി നിൽക്കുന്നവരാണ്. ആത്മീയമായി നിൽക്കുന്നവർക്ക് വരെ ഇന്ന് വളരെയധികം പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നമ്മളെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. കുർബാന തന്നെ, അത് ജനകീയ നിൽക്കണോ അൽത്താര നിൽക്കണോ, ആ ചെറിയ കാര്യങ്ങളിൽ ഇന്ന് പൊട്ടിത്തെറിച്ച് വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായി നമ്മുടെ ജീവിതങ്ങൾ. ഇപ്പം തന്നെ പോപ്പ് കഴിഞ്ഞ ആഴ്ച മാതാവ് സഹരക്ഷക, അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതിനെ ക്ലാരിറ്റിയോടുകൂടി ഇപ്പം റോമിന്ന് കത്തോലിക്ക സഭ അവിടെ നിന്നാണല്ലോ നമ്മുടെ തുടങ്ങുന്നത്. അവർ ഒരു കൽപ്പന പറയുമ്പോൾ അതിനെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അവർക്ക് ശരിയായ അറിവ് ഇവിടെ കിട്ടണില്ല. അതാണ് ഇവിടെ നടന്നത്. ഈ ആൾക്കാരും അതിന് കറക്റ്റായിട്ട് വ്യക്തമായ ഇന്ന കാരണം കൊണ്ടാണ് ഇത് ചെയ്യുന്ന ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റണില്ല. പെട്ടെന്ന് ഇപ്പോൾ മാതാവ് സഹരക്ഷകയല്ല, അത് അങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പോൾ അതിന് ഒരു ശരിയായിട്ടുള്ള വശം നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാതാവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പം മാതാവായി നിൽക്കണം. ദൈവം ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഏകദൈവം, ഇതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മാതാവ് നമുക്ക് മധ്യസ്ഥമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് മാതാവ് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തരുന്നത്. അപ്പൊ കേന്ദ്രബിന്ദു നമുക്ക് യേശു തന്നെയാണ്. പക്ഷെ മാതാവിനെ, യേശുവിന്റെ സ്ഥാനത്ത് മാതാവിനെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ആത്മീയം നമ്മുടെ തളരുന്ന രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നമുള്ള കാരണമാണ് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ലിയോ 14 പാപ്പ ഇത് പറഞ്ഞത്. പക്ഷെ അത് എത്തേണ്ട രീതിയിൽ ആൾക്കാർക്ക് കിട്ടണില്ല. ആത്മീയമായി നിൽക്കുന്നവർക്ക് തന്നെ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനും പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും, എന്നിട്ട് അവർക്കൊരു അറിവ് കൊടുത്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നം, ഇതാണ് ഇതിനൊരു സൊല്യൂഷൻ, അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ആത്മീയത വന്നു. പക്ഷേ ഇതിലൂടെ മറ്റുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. പലരും പള്ളിയിലേക്ക് വരാണ്ടായി. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. നമ്മൾ യേശുവിൻ്റെ 2ാം വരവിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ 2ാം വരവ് വരുന്നതോട് കൂടിയിട്ട് ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം വരവ് യേശു നമ്മുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്രയ്ക്ക് പ്രശ്നങ്ങൾ നേരിട്ട് ഇവിടെ വിശ്വാസം നഷ്ടപ്പെടും. ഗാസയിൽ നടക്കുന്ന അന്തരീക്ഷമായിരിക്കും ഇവിടെ യേശുവിൻ്റെ 2ാം വരവിനുള്ള സമയത്ത്. അപ്പോൾ വിശ്വാസം നമ്മൾ ത്യജിക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ. അപ്പം അതിന് മുന്നേ നമ്മളൊരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം, നമുക്ക് ബോധ്യം ഇതിന് ഉണ്ടാവണം എന്ന് മാത്രമാണ് നമുക്ക്. അന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പള്ളികൾ ഉണ്ടാവില്ല. അപ്പം മറ്റുള്ള ആൾക്കാർ തമ്മിൽ ഫൈറ്റിങ്, രാഷ്ട്രീയ തലത്തിൽ ഫൈറ്റിങ്, മറ്റുള്ളവർ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ 2ാം യേശുവിൻ്റെ വരുന്നതിന് മുമ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ എന്തോരം അടിയുറച്ച് നിൽക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ആത്മീയയിൽ നമ്മൾ നിൽക്കണം. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, പ്രാർത്ഥിക്കാനും കുടുംബ പ്രാർത്ഥനയായാലും അതുപോലെ നമ്മുടെ കുടുംബജീവിതം, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും യുവതികൾക്ക് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ട്, അതിനുള്ള സഹനം തന്നെയാണത്. വിവാഹം ഒരു ഈ പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ്, സഹനം കൂടിയിട്ടാണ് വിവാഹം. അതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കില്ല. നമ്മുടെ പുതിയ തലമുറകൾ ഇവിടെ വേണ്ടേ? നമ്മൾ യുവതികൾ വിവാഹം കഴിക്കാണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇവിടെ സ്ത്രീകളെ കിട്ടണില്ല, അവരും കല്യാണം കഴിക്കാത്ത അവസ്ഥ. അപ്പോൾ എന്താ പറയുക, വേറൊരു തലത്തിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ, നമ്മൾക്ക് പൂർവികർ കൈമാറിയിട്ടുള്ള വിശ്വാസം കുറവാണ് അവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കുടുംബജീവിതം നമുക്ക് നന്നായി കൊണ്ടുപോകാനും, കുറവുകൾ ഉള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. കുറവുകൾ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കുറവുകളിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കും. ചില സമയത്ത് ഞങ്ങൾ തല്ലുകൂടുമ്പോൾ ലാസ്റ്റ് ദൈവത്തിന് വിഷമമാകും എന്ന് വിചാരിച്ച് ചില തല്ലുകൂടുകൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഒരു ചെറിയൊരു പേടിയിൽ നമ്മൾ കുട്ടികളെ വളർത്തണം ആത്മീയമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് ദൈവം ഭയത്തിലേക്ക് മാറുള്ളൂ. ഇന്ന് നമുക്ക് ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളവർക്ക് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അവർക്ക് കുടുംബജീവിതം വേണമെന്നില്ല, മറ്റു ഹോമോസെക്സ് മറ്റുള്ള രീതിയിലൊക്കെ ജീവിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ദൈവം തന്നെയാണ് തോൽക്കുന്നത്. അപ്പോൾ നമ്മൾ സൃഷ്ടിച്ചത് ദൈവമാണെന്നും നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് പോകേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രീതി തന്നെ മാറും. നമ്മൾ ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഭൗതിക സുഖങ്ങൾ നമ്മളെ യാതൊരു കാരണവശാലും നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഏത് കാര്യത്തിനും ദൈവം തന്ന ദാനമാണെന്ന്, ഈ സ്വത്ത് ദൈവം തന്നെ തന്നാണ്, മക്കള്, ഭാര്യ, കുടുംബം എല്ലാതും ദൈവം തന്ന ദാനമാണെന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടും മറ്റുള്ളവർ നമ്മുടെ സന്തോഷം അറിയിക്കാനും, അങ്ങനെ നമ്മൾ തന്നെ ഒരു സമാധാന ജീവിതം
നമുക്ക് കിട്ടും. ഇന്ന് എനിക്ക് ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക, അതായത് തൊണ്ടയിൽ ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. എന്താ പറയാൻ കാരണം, ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഈ നിരീശ്വരവാദികൾക്ക് എതിരെ ഞാൻ ഒരുപാട് ഫൈറ്റ് വാക്കുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ തൊണ്ടയിൽ ഇപ്പോൾ ക്യാൻസർ വന്നു എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അടുത്ത വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തിനെ പുകഴ്ത്തും. ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിലേക്ക് എത്തുക, സ്വർഗം നമ്മൾ പ്രാപിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് നമുക്ക് വിശുദ്ധന്മാരെ കാണിച്ചെന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് ദൈവം അറിഞ്ഞിട്ടാണ് നടക്കുന്ന എന്നുള്ളൊരു നമുക്ക് ഒരു ആത്മീയ ഒരു അനുഭൂതി നമുക്കൊരു ജീവിതത്തിലുണ്ടെങ്കിൽ, നമുക്ക് ക്യാൻസർ വന്നാലും മറ്റേത് ആക്സിഡന്റ് വന്നാലും നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കത് ദൈവം അനുവദിച്ചുകൊണ്ട് നമുക്ക് വന്നതാണ്. എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ബിസിനസ്സിലായാലും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, മറ്റുള്ള കാര്യങ്ങളും എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, അത് ദൈവം നമുക്ക് ഒരു വഴിയൊരുക്കുന്ന ഒരു ദൈവത്തിലേക്ക് അടുക്കാൻ, സ്വർഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ ഒരുക്കിയത് ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതൊന്നും ഒരു വലിയ കാര്യം. അതാണ് വിശുദ്ധന്മാര് സ്വർഗം, നിത്യജീവൻ എന്നൊക്കെ അവര് ഇത് അവകാശമാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഉപേക്ഷിച്ചു പോവാണ്. അത് അവര് ഭൗതിക ഒരു സുഖങ്ങളിൽ അവര് അനുഭവിക്കാൻ, ഇതൊക്കെ താൽക്കാലികമാണ് ഈ ഭൗതിക സുഖങ്ങൾ. നമ്മളിപ്പോൾ ഈ സിനിമ കണ്ട് എല്ലാം മാറി സിനിമ കാണുന്ന, എല്ലാ ഹോട്ടലും കയറി ഇറങ്ങി എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്ത് നല്ല വീടും ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്മീയം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണില്ല, അതാണ് പ്രശ്നം. നമുക്ക് ബുദ്ധി കൂടി, നമുക്ക് അറിവ് കൂടി, നമുക്ക് സമ്പത്ത് കണ്ടമാനായി. അപ്പൊ നമ്മൾ എന്താ, അവിടെയാണ് ആത്മീയത നഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് ഇവിടെ മാരിയോ ജോസഫിന്റെ ജീവിതത്തിൽ. ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് തിന്മ പ്രവൃത്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. നമ്മളിതൊക്കെ കണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചെയ്യുമ്പോഴും, ഞാൻ ഓരോ ദിവസം ആത്മീയ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് അടുക്കാനുള്ള എന്താ പറയുക ഒരു ബലമാണ് എനിക്ക്. സത്യം പറഞ്ഞ് എനിക്ക് ഇവിടെ കുറച്ച് നാളൊക്കെ നടന്നപ്പോൾ കുറച്ച് നാളൊക്കെ ഇവിടെ നിന്നപ്പോൾ ഗൾഫിൽ പോകേണ്ട ഒരു അന്തരീക്ഷമായി. അപ്പോഴാണ് ഞാൻ ഈ ഒപ്റ്റിക്കൽ ഷോപ്പിലേക്ക് ഇടാനുള്ള കാരണം. പുറത്തേക്ക് പോകാൻ സത്യം പറഞ്ഞ് താല്പര്യമില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആത്മീയ ഒരു അന്തരീക്ഷം, ഒരു കവചം നമുക്ക് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ, ഇവിടെ ഇരിഞ്ഞാലക്കുട തൊട്ടടുത്ത് സ്പിരിച്വാലിറ്റി സെൻറ്റർ, നമ്മുടെ താണിശ്ശേരി നല്ല പള്ളി, ആ പള്ളി വന്നു. ഇവിടെയൊക്കെ ചന്തയിലൊക്കെ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊക്കെ ജീവിതം അനുഭവിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇട്ടത് ഒപ്റ്റിക്കൽ ഷോപ്പ്. അപ്പം നമ്മളത് ഇട്ടു, ദൈവം അനുഗ്രഹിച്ച് ഇന്ന് നമ്മൾ നാട്ടുകാരായാലും മറ്റുള്ളവരും നമ്മൾ നല്ല രീതിയിൽ ഇരിഞ്ഞാലക്കുട ഇടവയിലും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന് വരുന്നവർക്കും, എന്നെ ഇതുവരെ ജീവിതത്തിൽ എന്നെ ഇതുവരെ ഉയർത്തിയത് മാതാപിതാക്കളായാലും മറ്റു ഒരുപാട് ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരും ഒരുപാട്, എനിക്ക് ആരും മറക്കില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ അവരൊന്നും വിളിക്കില്ല. ഞാൻ അങ്ങനൊരു സ്വഭാവമുണ്ട്. എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്, എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുർബാനയുടെ ഇതിലൊക്കെ പ്രാർത്ഥിക്കണം, മരിച്ചുപോയവർക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ ഇടവിലുള്ള മരിച്ചുപോയവർക്ക് പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സമാധാനം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നമ്മളൊരു ആത്മീയ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൂടുതൽ ആത്മീയയിലേക്ക് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും മാറി കാണുന്ന സിനിമയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അതായിരിക്കും. ചെറുപ്പ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ ദേവാസുരം, സ്ഫടികം, കമലദളം, സുരേഷ് ഗോപിയുടെ പടങ്ങൾ, അത് മറ്റുള്ള പടങ്ങൾ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ്റെ രാജ ഹിന്ദുസ്ഥാനി, നമ്മുടെ അമീർ ഖാൻ്റെ ദുൽഹനിയ ലേ ജായെങ്കെ, അതുപോലെ ഷോല്, മറ്റുള്ള പടങ്ങൾ കണ്ട് നമ്മളെന്താ പറയുക വേറൊരു നമ്മുടെ രീതിയായിരുന്നു. നമ്മളിപ്പോൾ ഇന്നാള് രഞ്ജിത്ത് ഉണ്ടല്ലോ, രഞ്ജിത്ത് സിനിമ കൈകാര്യം ചെയ്യുന്ന ആളുടെ ഇൻ്റർവ്യൂവിന് പിള്ളേരെ ഓരോ മോഹൻലാലായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ് സിനിമ കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ. ഈ നമ്മൾ ജീവിക്കുന്ന ഒരു മേഖല ആത്മീയമാണ്. നമ്മളൊരു കരിസ്മാറ്റിക് എന്താ പറയുക പോട്ടെ ഇത് വന്നപ്പോൾ നമ്മൾ പഠിച്ചത് വിശ്വാസപ്രമാണം മറ്റുള്ള മാതാപിതാക്കൾ പഠിച്ചെങ്കിലും ആത്മീയം ഒരു അനുഭവിക്കുക, വിശ്വാസം ഇതിലൂടെ നമ്മൾ അനുഭവിക്കുക എന്നൊരു സ്വർഗം അനുഭവിക്കുക. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കരിസ്മാറ്റിക്കിലൂടെ മാത്രമാണ് എനിക്ക് കിട്ടിയിരുന്നത്. പോട്ടയിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. ഇന്ന് ഞാൻ കരിസ്മാറ്റിക്, അത് കഴിഞ്ഞ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി സെൻ്ററിൽ വെള്ളിയാഴ്ചകളിൽ പോകും.
പിന്നെ യൂട്യൂബ് കാണും. അങ്ങനെ ഒരു ആത്മീയം ഒരു കവചം നമ്മൾ ജീവിതത്തിൽ ഉണ്ടായി. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരുപാട് തിന്മ ചെയ്യാനുള്ള മേഖലകൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. വിശാലമായ തിന്മ ചെയ്യാനുള്ള മേഖലയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ആത്മീയമായി നിന്നേ പറ്റുള്ളൂ. നമ്മൾ നല്ല ആൾക്കാരുടെ കൂടെ താമസിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം അവരുടെ പോലെയാവും. മുല്ലപ്പൂ നമ്മുടെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് നമ്മളുടെ ശരീരത്തിൽ ആ മണം വരും. എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരുടെ കൂടെ, നല്ല യൂട്യൂബ്, നല്ല ഞാൻ ഫേസ്ബുക്കിൽ നിന്നൊക്കെ നല്ലത് കിട്ടുമ്പോൾ മറ്റുള്ളവർ പകരാനും. അപ്പൊ അങ്ങനെയൊരു ആത്മീയ ഒരു കവചം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് ഇന്നത്തെ കാലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഭൗതികമായിട്ട് ഒരുപാട് നമുക്ക് പൈശാചിക ശക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്, പ്രത്യേകിച്ച് ആത്മീയമായി നിൽക്കണവർക്ക്. അപ്പൊ നമ്മളെ മീഡിയ, നമ്മുടെ മൊബൈൽ ഏത് തരത്തിൽ നമ്മൾ യൂസ് ചെയ്യണം. തീർച്ചയായും നമ്മളെ മക്കളൊക്കെ നമ്മൾ ആത്മീയമായി വളർത്തണം. എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ പോകണം. നമ്മൾ അവിടെ തമ്പുരാൻ്റെ ശരീരം രക്തമാണ് നമുക്ക് അവിടെ ബലിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോ ബലി കാണാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസരം. അമ്മമാരുടെ കാര്യമില്ല, മറ്റുള്ളവർ സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ഒരു ബലി നിങ്ങൾക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 1 കൊല്ലം നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരും. നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മുടെ ഇടവയിലുള്ളവരും മറ്റുള്ളവരൊക്കെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ലോ സ്വർഗത്തിലേക്ക് പ്രാപിക്കണം. ഞാൻ തന്നെ ചിലപ്പോൾ 10-15 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വരും. എത്രയോ ആൾക്കാർ 500-600 കൊല്ലങ്ങളായിട്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും. നമ്മുടെ ശരീരം ഒന്നിനും ഉപകരിക്കില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കില്ല. വെറും മണ്ണിലേക്ക് വന്നു, മണ്ണിലേക്ക് പോയി ശരീരം. പക്ഷെ ആത്മാവ് ദൈവത്തിനെ വന്നു, ദൈവത്തിലേക്ക് നമ്മൾ നമ്മുടെ ആത്മാവിനെ വിടണം. ഞാനിപ്പോഴും തന്നെ ഞാൻ വൈഫിനെ ഇങ്ങനെ ഓരോന്ന് പറയും, 65 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് പ്രാർത്ഥന ഇതിലേക്ക് പോകണം, ഞാൻ ഈ ബിസിനസ്സുപരമായി മാറും. വൈഫ് അത് പറ്റില്ല, നിങ്ങൾ ഇനിയും പിള്ളേരൊക്കെ ഇനിയും സെറ്റാവാണ്ട്. അപ്പം ഞാൻ ഒരുപാട് ചിന്തിക്കും. ഇവിടെ എനിക്കൊരു വളരെ അസൂയായിട്ടുള്ളത്, ഈ മുന്നിക്കോട്, എൻ്റെ ഷോപ്പിന് മുന്നിക്കോട് ഒരു അമ്മച്ചി എന്നും കാലത്ത് പോവും, പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോവും, പിന്നെ രണ്ടാമത് ഒരു 2:30-3 മണിയാകുമ്പോൾ പോവും. തമ്പുരാൻ്റെ അടുത്ത് ഇരിക്കാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അമ്മച്ചി ഇത്ര എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, വീട്ടിൽ വരാം. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അല്ല, മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതിൽ തന്നെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടറിയാം, ഇതിൽ ഞാൻ എൻ്റെ കറക്റ്റ് ഞാൻ ജത്രൂദിനോടുള്ള ജത്രൂദ് എങ്ങനെയാണ് പ്രാർത്ഥിച്ച 1000 ആത്മാക്കളെ 1 മിനിറ്റ് കൊണ്ട് സ്വർഗത്തിലേക്ക് വിടുന്നത്. അപ്പം നിങ്ങളൊരു 75 കഴിഞ്ഞ ആൾക്കാർ നിങ്ങൾ ഈ മൊബൈലൊക്കെ മാറ്റിവെച്ച് ജത്രൂദിനോടുള്ള പ്രാർത്ഥന ഒരു അരമണിക്കൂറിച്ചല്ല. അതുപോലെ തന്നെ മാലാഖമാരോട് പ്രാർത്ഥന, മധ്യസ്ഥം വഹിക്കുക. അതുപോലെ തന്നെ എല്ലാ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനകൾ ഈ ലോകത്തെ ആത്മീയമായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, രാഷ്ട്രീയ ആളുകളുടെ മാനസാന്തരത്തിന് വേണ്ടി, ഇത് ലോകത്തിൽ യുദ്ധം നടക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള സമയം അപ്പോഴാണ്. നമ്മൾ തന്നെ ഒരു മരണത്തോട് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകണം നമ്മുടെ ജീവിതം. എനിക്കിപ്പോൾ 50 വയസ്സായെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. ഇന്നും കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ, കുർബാനയ്ക്ക് ചില സന്ദർഭങ്ങൾ എൻ്റെ ചിന്തകൾ മാറിപ്പോകും. അപ്പോൾ നമ്മൾ കണ്ണടച്ച് ആ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ വായിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ അത് ആത്മീയയിൽ ചില സമയത്ത് എത്തും. അപ്പം ചില സമയത്തൊക്കെ കണ്ണടച്ച് കഴിഞ്ഞാൽ കുരിശ് നല്ല പ്രകാശത്തിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ചെറുപ്പം മുതലേ എനിക്ക് ഈ കുടുംബ പ്രാർത്ഥന വീട്ടിലായാലും കർത്താവിൻ്റെ രൂപം തിരുഹൃദയത്തിൽ നോക്കി പ്രാർത്ഥന, മാതാവ് ചില സമയത്ത് അവിടെ വരുന്ന പോലെ എനിക്ക് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥന കുറവാണ് സത്യം പറഞ്ഞു. ഈവൻ പേഴ്സണൽ പ്രെയർ വരെ എനിക്കില്ല. പക്ഷെ ഞാൻ ഈ കൂടുതൽ സമയം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ചാനലിൽ നിന്ന് എന്തോരം ആത്മീയ കാര്യങ്ങൾ കിട്ടോ അതാണ് നമ്മൾ അറിവ് കിട്ടുക എന്നുള്ളൊരു, ആത്മീയമായി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സമയം കിട്ടണല്ലേ സത്യം പറഞ്ഞു. പക്ഷെ കുർബാന, കുടുംബ പ്രാർത്ഥന അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ട് പോകും. നമ്മൾ ഈ ലോകത്തിൽ വേണ്ടി ജീവിക്കേണ്ടവരല്ല. നമ്മൾക്ക് വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ,
സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ നമുക്ക് സ്വർഗം അനുഭവിക്കാൻ പറ്റണം. അത് തന്നെയാണ് അത് അവിടെ കുരിശിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അത് തന്നെയാണ് മാതാവ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കൂടുതൽ നമ്മൾ തീഷ്ണതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ മറ്റ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ തീഷ്ണത ആവാനും നമ്മൾ സ്വർഗം അവകാശമാക്കാനും ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.